السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الله أعلم حيث يجعل رسالته. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും ഈ മഹത്താവുന്ന സംഗമത്തിന്റെ അധ്യക്ഷൻ കൂടിയായ സുഹൃത്ത് എ.വി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വന്ദ്യരായ കോഴിക്കോട് വലിയ കാവി സെയ്ദ് മുഹമ്മദ് കോയ ജമന്റേലി തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം, സമസ്ത മുശാവറ അംഗം ബഹുമാനമുള്ള മൗലാന അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മുബശ്ശിർ തങ്ങൾ അടക്കമുള്ള വേദിയിലുള്ള സാദാത്തുക്കൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാര്, മറ്റ് പ്രധാന വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും അതിൻ്റെ പ്രവർത്തകരുമൊക്കെ ആയ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ചുകൊണ്ടിട്ട് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളുടെ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയം, ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളും അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവരും അതിനെ ആദരിക്കുന്നവരും ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ അവരൊക്കെ സംഘടിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് കോഴിക്കോട് ജില്ലാ ഉലമാ സമ്മേളനം, സമസ്ത ഉലമാ സമ്മേളനം എന്ന്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരാവുന്ന നമ്മുടെ അയിമ്മത്ത്, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതുപോലെ അത് വിശുദ്ധമാവുന്ന ഒരു ദീനിന്റെ സംഘടനയാണ്. ആ സംഘടന ഇവിടെ ആവശ്യമാണെന്ന് അതിൻ്റെ സ്ഥാപക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്കും വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലുള്ള സാദാത്തുക്കൾക്കൊക്കെ ബോധ്യമായപ്പോൾ മഹാന്മാരാവുന്ന അവരുടെ മശായിഖിൽ നിന്നിട്ട് അതിൻ്റെ ഇഷാറത്തുകളൊക്കെ ലഭിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇവിടെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ, ആ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന
സംവിധാനങ്ങൾ അള്ളാഹു ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇത് മഹാന്മാര് സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. മഹാന്മാർക്കുള്ള ഒരു പൂർണ്ണമായ അവരുടെ ആധിപത്യത്തിലും അവരുടെ ആ പ്രത്യേക നിയന്ത്രണത്തിലും അതോടൊപ്പം അവരെ മതത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. അതാണ് ഈ സംഘടനയുടെ എല്ലാ മേഖലയിലുള്ള ഇതിന്റെ വിജയത്തിന്റെ നിദാനം. നമ്മളാരുമല്ല ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാരാവുന്ന അവർക്ക് അവരുടെ മരണാനന്തരം ബർസഖിയായ ലോകത്ത് ലിഅന്നലഹും തസറുഫാത്തിന്ന അവർക്ക് പല ക്രയവിക്രയങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനത്തെ മഹാന്മാരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്ഥാപിച്ച മഹാന്മാർ. അവർക്ക് ആ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിവിടുന്ന സുശക്തമായ ബന്ധവുമായിരുന്നു. അതുകൊണ്ടാണ് മഹാന്മാര് ഈ സംഘടനയെ അവർ നിയന്ത്രിക്കുകയും ഈ സംഘടനയുടെ എല്ലാവിധ വിജയത്തിനു വേണ്ടി അവര് ബർസഖിയാവുന്ന ആലമിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രത്യേകമാവുന്നതായ തസറുഫാത്തുകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായ ആളുകളാണ്. ആ ഒരു സ്വഭാവത്തിലാണ് ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗമനവും അതുപോലെ. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാത്തിദത്ത് നമുക്ക് കാണിച്ചു തന്ന ആ റൂട്ടിൽ നിന്ന് അണിമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പിന്നെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എപ്പോഴും ഉണ്ടാവും. മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും അവരവരുടെ ദഅവത്തിന്റെ മേഖലയിൽ ഒരുപാട് വിമർശനങ്ങളെയും ആക്ഷേപങ്ങളൊക്കെ അവർ നേരിട്ടവർ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഒരുപാട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട്. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവர்கள் അവരെ ആക്ഷേപിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായി. അവരെ പല നിലക്കും വേദനിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയലുണ്ട്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളീന്റെ മൂലയിൽ വല്ല തസ്ലീമാലേറ്റ് പോയി ഇരുന്നാൽ മതി. ഇത് ഞാൻ ആലോചിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ ഇത് മഹാന്മാരാവുന്ന മശായിഖന്മാര് എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പൊ അവർ ഏൽപ്പിച്ചതുകൊണ്ട് അതിന് പിന്നില് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോടുള്ളതായ ഒരു അവരിൽ നിന്നുള്ള ഒരു പൊരുത്തക്കേടോ അല്ലെങ്കിൽ അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു മാർഗത്തിൽ കൂടി ആയി പോവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ തന്നെ ഞാൻ ഉറച്ചിരിക്കുന്നത്. അപ്പൊ പ്രയാസങ്ങൾ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടന സമദീനിയായ സംഘടനകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയല്ലേ, ദീനിയായ സംഘടനയല്ലേ ഇവിടെ കീഴെടുത്തേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും നമ്മളെ കുട്ടികളൊക്കെ എന്താ മോശമാകണം, നമ്മളെ കുട്ടികളല്ലേ മോശമാക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള കുട്ടികൾ അടിസ്ഥാനപരമായി അവർ പേച്ചു പോയവരാണെന്നല്ലേ വിളിച്ചു. പിന്നെ അവരെ മോശമാക്കാൻ വേണ്ടി ശൈത്താനൊപ്പം കൂടേണ്ട ആവശ്യമില്ല. അപ്പൊ ശൈത്താനിക്ക് മറ്റുള്ളവരൊപ്പം കൂടിക്കൊണ്ട് വല്ലാതെ പ്രവർത്തിക്കേണ്ട പണി ഉണ്ടാവില്ല. നമ്മളൊപ്പം ശൈത്താൻ കൂടുള്ളൂ എന്നതുപോലെ ഒരു സംഘടന അത് ശരിയായ ദീനിന്റെ സംഘടനയാവുമ്പോൾ ആ സംഘടനക്കെതിരിൽ പല പ്രവർത്തനങ്ങളും പലരും ഇവിടെ നടത്തിക്കൂട്ടെ. അതാര് നടത്തിയാലും അതിനൊക്കെ അതർഹിക്കുന്നതായ അവജ്ഞയോടുകൂടി നമുക്ക് തള്ളിക്കളയാം. അതാണ് ഈ അവസരത്തിൽ പറയാം. അതൊന്നും ഒരു കാലത്തും ഈ സംഘടനക്ക് യാതൊരു നിലക്കുള്ള പവർ ഏൽപ്പിക്കുകയില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹക്കാവുന്നതായ ഒരു തരീഖിലാണ് നമ്മളുള്ളത്. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാ, അള്ളാഹുവിന്റെ ഔലിയാ, ആ വിശുദ്ധാത്മാക്കളൊക്കെ സഞ്ചരിച്ച അതേ പാതയിലാണ് നമ്മൾ.
ആ പാതയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണുമണി തൂക്കം തെറ്റിപ്പോകാൻ പാടുള്ളതുമല്ല. അപ്പൊ ഏത് സമയത്തും നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമാവുന്നതായ മദദ്, സഹായം, മഹാന്മാരാവുന്നതായ മശായിഖന്മാരുടെ സഹായമൊക്കെ നമുക്കുണ്ടാവും. അവർ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് സംഘടനയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുക. അതാണ് ആദ്യമായിട്ട് പണ്ഡിതന്മാരാവുന്നത്. പ്രയാസങ്ങൾ ഇപ്പൊ ഇവിടെ ഇവിടെ പങ്കെടുക്കുന്നതിന് ചിലപ്പോ പല നിരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. അത് വകവെക്കാതെ നിങ്ങൾ നമുക്കെന്ത് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ സ്വതന്ത്രരാണോ? നമ്മളേതെങ്കിലും ഒരു ജോലിക്ക് നമ്മളെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതന്ത്രം. ഈ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സമയം നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ള മേഖലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ദീന്റെ ഖിദ്മത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മളെ പത്രത്തിന്റെ ഖിദ്മത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. നമ്മളെ സംഘടനകൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതൊരാൾക്കും ഒരു നിലക്കും അതിനെ തടഞ്ഞിടാനോ അല്ലെങ്കിൽ അതിന് വേലികെട്ടാനോ അധികാരമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് അർഹിക്കുന്നതായ അവസ്ഥയോടുകൂടി തള്ളിക്കളഞ്ഞാൽ മതി. അത്ര ഈ അവസരത്തിൽ പറയാം. അപ്പൊ പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ഡിതന്മാരാവുന്ന നമ്മള് ആ മുൻഗാമികളാവുന്ന നമ്മുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർക്കുണ്ടായിരുന്നതായ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവണം. കാരണം നമ്മൾ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണ്. അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാവുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയ ആവുന്ന ഉലമാവ്, അതാണോ യഥാർത്ഥ ഉലമാവ് എന്ന് പറയുന്നത്. ആ ഉലമാവിനെ സംബന്ധിച്ചിടത്തോളം അവര് അതിന്റെ ഇസ്തിഖാമത്തിന്റെ യഥാർത്ഥ രൂപത്തിൽ അവർ നിന്നു പോകാൻ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ വസിൻഫു മഫ്തൂറുൻ, ഒരു കൂട്ടം ആളുകള് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ആ പ്രത്യേകമാവുന്ന അവരുടെ ഇസ്തിഖാമത്ത് കൊണ്ട് അവര് ഭൗതികമാവുന്നതായ ആലാത്തുകളിലേക്ക് ആവശ്യമില്ലാത്തതല്ല, ഇലാഹിയാവുന്നതായ ആലാത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് അവർക്ക് അള്ളാഹു അവരെ കണ്ണാവും കാതാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ നിലക്ക് കേൾക്കാനും നടക്കാനും പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ സാധിക്കണം. അതാണ് യഥാർത്ഥ ആലിമ്. ഇതാണ് ഉലമാഉ ഔലിയാഇല്ലാഹി ഫലൈസ ഇല്ലാഹി. ഈ കാണുന്ന നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു യഥാർത്ഥ സ്വഭാവം ഉണ്ടാവണം. കാരണം അമ്പിയാക്കന്മാരെ വാരിസീകളാണ്. അമ്പിയാക്കന്മാരിൽ നിന്ന് ആ ഇർസിനെ അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാസിത്തിയായിക്കൊണ്ട് അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ഇർസിനെ നമ്മൾക്ക് കൈവശപ്പെടുത്താൻ സാധിക്കണം. അതാണല്ലോ അമ്പിയാക്കന്മാരെ വാരിസീകളാവുമ്പോൾ നേരത്തെ നേരെ അമ്പിയാക്കന്മാരിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസാത്തത്തോടു കൂടിയാണ് നമ്മൾ മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് അവരുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുന്നത്. പക്ഷെ അവരെ വാരിസീകളാണെങ്കിൽ എന്ത് വേണം? ഇർസിന് പറ്റിയതായ ഏതെങ്കിലും നിലക്കുള്ള അതിന്റെ അസ്ബാബുകൾ അതുണ്ടാവണം. അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ ഇർസായി കൊണ്ട് ലഭിക്കപ്പെടാൻ സാധ്യത. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു നബിന്റെ ആവശ്യപ്പെടൽ. കാരണം വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. വളരെ സാദിഖത്താവുന്ന കലിമത്തുകൾ, വളരെ ആദിലത്താവുന്ന കലിമത്തുകൾ, താമത്താവുന്ന കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും ഒരു നിലക്കുള്ളതായ ഏതെങ്കിലും പരിവർത്തനത്തിന് വിധേയമാക്കപ്പെടേണ്ടതല്ല. ഏത് കാലഘട്ടത്തിലും കാലികമാവുന്നതായ ഒരു ശരീഅത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചത്. അതാണ് വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ല. അത് വളരെ സാദിഖത്താവുന്ന കലിമത്തുകളാണ്. അത് അത് നീതി മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ നിയമങ്ങൾ, ഏത് നിയമങ്ങളും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതൊക്കെ പൂർണ്ണമായി നീതിയുള്ളതായ നിയമങ്ങളാണ്.
അത് പൂർണ്ണമായ കലിമാത്തുകളാണ്. അതിൽ ഏതെങ്കിലും നിലക്കുള്ളതായ നുക്സാനിയത്ത് അള്ളാഹുവിന്റെ ആ നിയമങ്ങളിലില്ല. കാരണം ഇലാഹിയായ നിയമങ്ങളാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിക്കും പിന്നെ അനുയോജ്യമായ നിലക്കുള്ള എന്നും അതില് പുതുമയുള്ള നവത്വമുള്ള ഒരു ശരീഅത്താണ് റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നീട് അമ്പിയാക്കന്മാർ വരേണ്ട ആവശ്യപ്പെടുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്തോടു കൂടി നുബുവത്ത് മുഖേനയുള്ളതായ ദഅവത്ത് ഇവിടെ അവസാനിപ്പിക്കപ്പെട്ടു. അപ്പൊ ഒരു നബിയായിക്കൊണ്ട് ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കൊണ്ടും അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മറ്റുള്ള അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടുകൊണ്ടോ നുബുവത്തിനെ ഇസ്തിഫാത്ത് ചെയ്യാൻ സാധ്യത. കാരണം നുബുവത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ്യാത്ത്. പക്ഷേ മനുഷ്യനായി മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാവുന്ന സർവ്വ വൃത്തികേടുകളെ തൊട്ട് പൂർണ്ണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അത് അള്ളാഹു അതിൽ തന്നെ അവരെ അവരെ കുടുംബ പശ്ചാത്തലം എങ്ങനെ ആവണം, ഏത് കുടുംബത്തിൽപ്പെട്ടവരെയാണ് നബിയാക്കേണ്ടത്, ആ കുടുംബത്തിലേക്ക് എന്തെല്ലാം യോഗ്യതകൾ വേണം, അങ്ങനെ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ എല്ലാ നിലക്കുള്ള വൃത്തികേടുകളെ തൊട്ടും പൂർണ്ണമായും കൊണ്ട് സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ട് നുബുവത്തിന്റെ മുമ്പാണെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ദോഷങ്ങൾ സംഭവിക്കാതെ പോലും സഹുവൻ നിലക്ക് പോലും ഉണ്ടാവാറ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്തിഫാദ് ചെയ്യപ്പെട്ട ആളുകളെ നബിയാവുള്ളൂ. അതാണ് നുബുവത്ത് എന്നുള്ളത്. നമുക്ക് നബിന്റെ ഒപ്പം കൂടിയിട്ട് നബിയാവാൻ പറ്റൂല. ഒരു നബിന്റെ മകനായി ജനിച്ചതുകൊണ്ട് നബിയാവൂല. ഇപ്പൊ ഇബ്രാഹിം നബിന്റെ മകനായതുകൊണ്ടല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ നബിയായത് മകനായതുകൊണ്ടല്ല. ഇസ്ഹാഖ് നബിന്റെ മകനായതുകൊണ്ടല്ല യാക്കൂബ് നബി നബിയായിട്ടുള്ളത്. യാക്കൂബ് നബിന്റെ മകനായതുകൊണ്ടല്ല പിന്നെ യൂസുഫ് നബി നബിയായിട്ടുള്ളത്. അതൊക്കെ അസലിയായ അള്ളാഹുവിന്റെ ഇസ്തിഫാദുകളാണ്. അള്ളാഹു പ്രത്യേകമായും കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അവർക്ക് മാത്രമേ നബിയാവാൻ സാധിക്കൂ. അവരെ അള്ളാഹു നബിയായി കൊണ്ട് നിയോഗിക്കുള്ളൂ. അപ്പൊ അമ്പിയാക്കന്മാരുമായിട്ട് ബന്ധം ഉണ്ടായാൽ അമ്പിയാക്കന്മാരുടെ ഇർഫ് ആവുന്ന ആ വിശുദ്ധമാവുന്ന ശരീഅത്തിന്റെ വലൂപങ്ങൾ നമുക്ക് ലഭിക്കപ്പെടും. ആ ബന്ധം നമ്മൾ എങ്ങനെയാണ് അമ്പിയാക്കന്മാരുമായി സ്ഥാപിക്കേണ്ടത്? അത് ഏതൊരു നുബുവത്ത് എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അതിന്റെ ബാത്തില് വിലായത്താണെന്ന് പലപ്പോഴും ശൈഖുനൊക്കെ പറയലുണ്ട്. അതായത് ഇസ്തിഖാമത്തിന്റെ സ്വഭാവങ്ങളായിരിക്കും അമ്പിയാക്കന്മാർ. ആ സ്വഭാവങ്ങൾ അമ്പിയാക്കന്മാരിൽ നിന്നും നമ്മൾ ഇസ്തിഫാദത്ത് ചെയ്യണം. അതാണ് ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞത്. ഇതാണ് യകുനിൽ ഔലിയ ഉലമാഉ ഔലിയാഇല്ല ഫലൈസ ലില്ലാഹി വലി. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അല്ലാഹുവിനിക്ക് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട സ്വഭാവം അത് വിലായത്തിന്റെ സ്വഭാവമാണ്. അത് ഇസ്തിഖാമത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ മുൻകഴിഞ്ഞ നമ്മുടെ മഹാന്മാരാവുന്ന നമ്മളെ ഉസ്താദന്മാർ, നമ്മളെ മശായിഖന്മാർ ഉണ്ടായിരുന്ന ആ വിശുദ്ധമാവുന്ന ഇസ്തിഖാമത്തിന്റെ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ആ സ്വഭാവം ഉണ്ടായാലേ ഈ ദഅവത്തുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ദഅവത്തെ ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ ആ ദഅവത്ത് ചെയ്താൽ ദഅവത്ത് ഇവിടെ ഉണ്ടാവില്ല എന്നല്ല, ആ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ ഗുണങ്ങൾ ഉണ്ടാവില്ല. അതാണെന്ന് കാണപ്പെടുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ടതായ എല്ലാ ഗുണങ്ങളും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് മഹാന്മാര് പറഞ്ഞതുപോലെ കാനൽ ഉലമാഉ ഫീമാ മള യത്ലുബുഹുമുസ് സുൽത്താൻ. കഴിഞ്ഞ കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് അവരെ തേടിക്കൊണ്ട് രാജാക്കന്മാരും മറ്റാളുകളൊക്കെ അവരെ തേടി നടക്കുന്ന ഓഹും യഫിറൂന മിൻഹു. എന്ന പണ്ഡിതന്മാർ ഇവരിൽ നിന്ന് നേരെ ഓടിപ്പോവുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ, നേരെ മറിച്ച് ഫഅമ്മല്യവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫഅമ്മൽ ഉലമാഉ അൽ യൗമ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉലമാഉ ഫഹും യജ്മഊനൽ ഇൽമിനെ അവരെന്താക്കി ഒരുമിച്ച് കൂട്ടി ബിഹദാഫീരിഹി
അതിന്റെ വേരോട് കൂടെ ഒരുമിച്ച് കൂട്ടിയില്ല. അപ്പൊ ഇൽമിന്റെ എല്ലാ മേഖലകളും അവർ സമ്പാദിച്ചു. പക്ഷേ അവരുടെ സ്വഭാവം എന്താണെന്നറിയോ? ഓഹും യത്തുലുബൂന സലാത്തീൻ. അവർ രാജാക്കന്മാരും മറ്റൊക്കെ അവരെ പിന്നിൽ കൂടി അവരെ അങ്ങോട്ട് ചെന്ന് കാണുന്നതായ അവരെ തേടിപ്പോണതായ അവസ്ഥയാണ്. ഓഹും യഫിറൂന മിൻഹു. അവർ ഇവരെ കാണുമ്പോൾ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചെല്ലുമ്പോൾ വല്ല പിരിവിലാണ് ഈ കാലം ചിലപ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പൊ നമ്മളെ കാണുമ്പോൾ അവരെ കൊഴിഞ്ഞു പോണതായ ഒരു സ്വഭാവമാണുള്ളത്. അപ്പൊ അതല്ല പണ്ഡിതനുക്കുള്ള ക്വാളിറ്റി. പണ്ഡിതനെ തേടിക്കൊണ്ട് പണ്ഡിതന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണം. അപ്പൊ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് എന്ത് വേണം? ഇസ്തിഖാമത്തിന്റെ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. യഥാർത്ഥ ഒരു ആലിമിനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം. അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്ന അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം അത് വിലായത്തിൽ കൂടി ഇസ്തിഖാമത്തിൽ കൂടി അമ്പിയാക്കന്മാരുമായി കൊണ്ട് നമ്മൾ എന്താവണം? സമ്പാദിക്കണം. അതായിരുന്നു മുൻകഴിഞ്ഞതായ നമ്മുടെ ഉലമാ. ഓരോ നമ്മളെ മുൻകഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ, അവരെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ ആ സ്വഭാവക്കാരായിരുന്നു. പൂർണ്ണമായ ഇസ്തിഖാമത്തുള്ളവരായി. ആ ഇസ്തിഖാമത്തിൽ കൂടി അവർ നിന്ന് വന്നപ്പോൾ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ വമൻ അതാഅല്ലാഹ അതാഅഹു കുല്ലു ശൈ. അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടു എന്നാൽ എല്ലാ വസ്തുക്കളും അവനിക്ക് വഴിപ്പെടുന്നതിന്. അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാ വസ്തുക്കളും അവനെ പേടിക്കുകയും ചെയ്യും. ഈ സ്വഭാവമായിരുന്നു നമ്മളെ മുൻകഴിഞ്ഞ ആലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആലിം അവൻ എന്താവണം? ഇൽമു കൊണ്ട് ശോലാവണം. ആ ഇൽമു കൊണ്ട് ശോലാവുമ്പോൾ അവൻ അടിസ്ഥാനപരമായി അവന് വേണ്ടതായ ആ നിയ്യത്തുകളും ആ ഇഖ്ലാസും ഒക്കെ അവനിൽ ഉണ്ടാവണം. അങ്ങനല്ലേ? വമൻ യൂത്തുൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അപ്പൊ ഹിക്മത്ത് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇസ്തിഖാമത്തിന്റെ സ്വഭാവമുള്ളവനാവണം എന്നാ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു. ഇസ്തിഖാമത്തിന്റെ സ്വഭാവമുള്ളവൻ, ആ ഇസ്തിഖാമത്ത് ഉള്ളവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് വമൻ യൂത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഈ ഹിക്മത്ത് അവർക്ക് നൽകപ്പെടുള്ളൂ. അപ്പൊ ആലിമിനിക്ക് ഉണ്ടാവേണ്ടത് അല്ലാഹു തഖ്വല്ലാഹ് വ യുഅല്ലിമുകുമുല്ലാഹ്. തഖ്വനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠിക്കാം. നമ്മൾ ഇൽമുമായി ശുഗലാവുമ്പോൾ ആ ഇൽമിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന വസ്തു എന്താവണം? നമ്മളെ ഈമാനാവണം. ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം അതിന്റെ നമ്മളെ ആവേശങ്ങൾ. അപ്പൊ ഈമാനിൽ നിന്നൊരു പ്രവൃത്തി നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാവണ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ? അതവിടെ ഇഖ്ലാസ് ഉണ്ടാവണം. ആ ഇഖ്ലാസ് ഉണ്ടായാൽ ആ ഇഖ്ലാസാണ് പിന്നെ മംബഉൽ ഹിക്മ. ഹിക്മത്തിന്റെ ഉറവിടം അത് ഇഖ്ലാസിൽ നിന്നുണ്ടായി തീരണം എന്നാണ്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈമാനിൽ നിന്നാവണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ. ഏത് പ്രവർത്തനങ്ങളെയും ഇൽമുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തികൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് ഈമാനിൽ നിന്നിട്ടാവണം അതിനെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിന്റെ എല്ലാ നിലക്കുള്ളതായ പ്രചോദനവും നൽകപ്പെട്ടത് ഈമാനിൽ നിന്നാണ്. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല എന്ന് വെക്കുക, എന്നാൽ ഭൗതികമാവുന്നതായ താല്പര്യങ്ങളായിരിക്കും അതിന്റെ ഉൽപാദനത്തിന് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. നേരെ മറിച്ച് അതല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയാണ് ഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പൊ ഉദ്ദേശം അങ്ങനെ ആവണം. മഹാനാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൂപ്പർക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ മൂപ്പര് കരഞ്ഞു. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, എന്തിനാ ഇപ്പൊ നിങ്ങൾ കരഞ്ഞു? മൂപ്പർ പറഞ്ഞു, ഹാജർനാ മഅൻ നബി മഅ റസൂലില്ല അല്ലെങ്കിൽ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റസൂലിന്റെ കൂടെ ഞങ്ങൾ മക്കത്ത് മദീനത്തേക്ക് ഹിജ്റ പോയി. വലം നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്. ആ ഹിജ്റ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് വേണ്ടത്. ഹിജ്റ എന്നല്ല, ദീനോട് ബന്ധപ്പെടുന്ന ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും വലം നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹിനല്ലാതെ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. അതാണ് വലൻ നുരീദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹിനല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കും. അങ്ങനെ ഹിജ്റ പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് വികസിച്ചു. അങ്ങനെ വളർന്ന് വികസിപ്പിച്ചപ്പോ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് എത്തി. പല ഭാഗത്തിൽ നിന്ന് ഹദിയകളും അതുപോലെ തന്നെ സക്കാത്തിന്റെ പല മാലുകളും തുടങ്ങിയ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാം. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഹതപ്പെട്ടവർക്കൊക്കെ അതിനെ വിതരണം ചെയ്യാനും തുടങ്ങി.
അപ്പൊ ഇസ്ലാമിക സാമ്രാജ്യം അത് വളർന്ന് വികസിച്ച് സാമ്പത്തികമായിട്ടും ഒരു ഉയർച്ചയിൽ അവർക്ക്. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ചിലര് ഈ ഒരു ഇതിനു വേണ്ടിയല്ല അവർ ഹിജ്റ പോകുന്നത്. നമ്മളും ഇതിനു വേണ്ടിയല്ല ഹിജ്റ പോകുന്നത്. കൊല്ലം രുചിതിരിഹായില്ല വജുഹ അള്ളാഹുവിന്റെ വജുഹാണ് മാത്രം ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ചിലർ മരിച്ചുപോയി. മരിച്ചു പോയപ്പോൾ ഈ സുഖ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മളെ കൂട്ടത്തിൽ ചിലർ മരിച്ചു പോയപ്പോൾ അവർക്ക് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ചെറിയ മുണ്ട് മാത്രം. അതുകൊണ്ട് അവരെ കാൽബൻ മുതൽ മറക്കാൻ തുടങ്ങിയാൽ തല പുറത്താവും. തല മുതൽ മറച്ചാലോ കാല് പുറത്താവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ തല മുതൽ മറച്ചോളി, കാലിന്റെ അവിടെ പുല്ല് വെച്ച് കെട്ടിക്കളിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കഫൻ ചെയ്യാനുള്ളതായ ഒരു മുണ്ട് പോലും ഇല്ലാതെ, പൂർണ്ണമായി കഫൻ ചെയ്യാൻ പറ്റുന്നതായ ഒരു മുണ്ട് പോലും ഇല്ലാത്ത നിലക്കാണ് അവരൊക്കെ ഭരിച്ചു പോയത്. ഇന്ന് നമുക്ക് എല്ലാ നിലക്കുള്ളതായ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കപ്പെട്ടു. ഇപ്പൊ നമ്മൾ സംശയിക്കുന്നത് എന്താ? അവ കഥിലത്തില ഹസനാത്തുന, നമുക്കുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ തന്നെ നൽകപ്പെട്ടോ എന്നുള്ളതാണ്. ഇനി ആഖിറത്ത് ചെല്ലുമ്പോൾ ഒന്നും കിട്ടൂലെന്നുള്ളൊരു പേടിയാണുള്ളത്. അതുകൊണ്ടാണ് കരഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ എന്നതുപോലെ ഭൗതികമാവുന്നതായ സുഖ സൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്കുണ്ട്. പഴയ കാലത്തുള്ള ഇവിടെ ദഅവത്തിന് പോയ പോലെയല്ല. കാരണം ആ നിലക്ക് ഭൗതികമാവുന്നതായ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് കൂടി കാലത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഅതി അലൈക യൗമുൻ, ഒരു ദിവസം വരൂല, ഇല്ലാ ഹുവ അശറു മിമ്മാ ഖബലഹു, ആ ദിവസം അതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായി. അങ്ങനെയാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന, 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 4 നൂറ്റാണ്ട്. ആ 4 നൂറ്റാണ്ട് ഖൈറായ നൂറ്റാണ്ടായി റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. എന്താ കാരണം? ആ 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതായ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ, അവരുടെ അഫ്ആലുകള്, അവർക്കുള്ളതായ അഖ്വാലുകള്, അവരെ ഹർക്കാത്ത് സക്കറാത്തുകൾ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഖൈറുൽ ഖുറൂനി സുമ്മല്ലദീന യലൂനഹും. അപ്പൊ ആ ഒരു ഖൈറ് ഓരോ കാലം കഴിയുന്ന കാലത്തോളം അത് നശിച്ചുകൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ലാ യഅതി അലൈക്കും യൗമുൻ ഇല്ലാ ഹുവ അശറു മിമ്മാ ബഅദഹു, ഏത് ദിവസം വന്നാലും അത് അതിന്റെ മുമ്പുള്ളതിനേക്കാൾ മോശമായതായിരിക്കും. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളിപ്പോ പേടിച്ചു പോവാ അത് വിജയത്തിലാണ്. നമ്മളെ മുൻഗാമികൾ അത് നടന്നു പോകാനേ സൗകര്യമുള്ളൂ. ഇത് അവർ നടന്നുപോയി പ്രഭാതം നടത്തി. ഞാൻ ഒരിക്കൽ കർണാടകയിൽ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് പോയപ്പോൾ, അത് കുറെ ഉള്ളിലേക്ക് പോകണം. അന്നിപ്പോ അടുത്ത കാലത്ത്, ഒരു 5-8 കൊല്ലം മുമ്പാണ്. അന്നും അവിടെ സൗകര്യങ്ങൾ വേണ്ട മാതിരില്ല. അപ്പൊ എങ്ങനെയൊക്കെയാ അവിടെ എത്തിപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ മുമ്പ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാണിയമ്പലത്ത് താമസിച്ചത്, അദ്ദേഹം ഇവിടെ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് വന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ ഒരു 5, 6, 7, 8 കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് വരുന്നത്. അത് അന്നത്തെ മദ്രസ എങ്ങനെയാന്ന് വെച്ചാൽ അവര് ഓലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു മദ്രസയാണ്. പക്ഷെ ആ മണ്ണുകൊണ്ടൊക്കെ ചുമര് വെച്ചിട്ടുണ്ടാക്കിയ, അതിന് നമ്മളെ ഇന്നത്തെ മദ്രസകളെ പോലെ പിന്നെ അതിലേക്ക് വാർപ്പോ അല്ലെങ്കിൽ സിമെന്റ് ഒന്നും തേച്ചിട്ടില്ല. അടിയിലൊക്കെ മണ്ണാണ്ടത്, ടൈൽസോ മറ്റൊന്നും വിരിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അയാൾ മൂപ്പര് ഇവിടെ വന്നു, ഉദ്ഘാടനം ചെയ്തു പോയി. ഇന്ന് ഞങ്ങൾക്കുള്ള സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, ഇന്നൊരു വാർപ്പിന്റെ കെട്ടിടം നമ്മളുണ്ടായി. 2 മുറിയുള്ള ഒരു വാർപ്പിന്റെ കെട്ടിടം, അവർക്ക് കഴിയണ അത്രേ ഉള്ളൂ. ആ നിലക്കുള്ള 2 മുറിയുള്ള ഒരു വാർപ്പിന്റെ കെട്ടിടം ഉണ്ടായി. ഇന്ന് തങ്ങളെ നമുക്ക് വരാനും കുറെയൊക്കെ ആ സൗകര്യങ്ങളുണ്ടല്ലോ. ഒരു കാറിൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ. അപ്പൊ അന്ന് സൗകര്യം അത്രയുള്ള കാലഘട്ടത്തിൽ, ആ ഇല്ലാത്ത കാലഘട്ടത്തിൽ അതൊന്നും വില വെക്കാതെ, ഇപ്പൊ മഹാനാവുന്ന പല ഉസ്താദന്മാരും അന്ന് ഉമർ ഫൈസി ഇവിടെ പറഞ്ഞല്ലോ, വിദേഹത്തിന്റെ എതിരിൽ കൊണ്ടിട്ടില്ലായിക്കൊണ്ട് അവര് പിന്നെ ശക്തമായി പ്രവർത്തിച്ചു വന്നു. അതിന്റെ മഹാനാവുന്ന ഉസ്താദ് ഇ കെ ആസം മുസ്ലിയാർ, അവര് ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തന്നെ അന്ന് മുട്ടീച്ചറ പിന്നെ ഖണ്ഡന പ്രസംഗത്തിന് വന്നു. അന്നൊരു ലീവിലായിരുന്നു, സ്കൂൾ ദർസൊക്കെ പോയി. ദർസുള്ള സമയത്താണ് ഈ മൂപ്പര് പ്രസംഗം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പോകും. ആ മൂപ്പര് അത് ബസ്സിലാണ് വന്നത്. 4 ദിവസം അവിടെ താമസിച്ചു. അപ്പൊ ഞാനും മൂപ്പരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ 4 ദിവസം ഞാനൊന്ന് ചെറിയ ദർസിൽ പഠിക്കണ ഒരു പ്രായം. അപ്പൊ എന്നോട് പറഞ്ഞു, ദർസില്ലാത്തതുകൊണ്ടാണ് ഈ 4 ദിവസം അവിടെ നിൽക്കണമെന്ന് ഞാൻ. അപ്പൊ ആ 4 ദിവസവും അവിടെ നിന്ന് പിറ്റേ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് പോയത്. ദർസുണ്ടെങ്കിൽ ഞാൻ എന്താവും എന്നറിയോ, രാവിലെ തന്നെ ഇവിടുന്ന് പോകും,
പിറ്റേന്ന് തിരിച്ചും വരുന്നു. അപ്പൊ എത്രമാത്രം സാഹസങ്ങളാണ് അതിന് ബസ്സിൽ യാത്ര ചെയ്തിട്ട് അവരൊക്കെ സഹിച്ചത്. അപ്പൊ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്നുള്ള സൗകര്യങ്ങൾ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ നടന്നുകൊണ്ട് പോയവരുണ്ട്, പ്രയാസപ്പെട്ട് പോയവരുണ്ട്, ഭക്ഷണം കിട്ടാത്തവരുണ്ട്, ഭക്ഷണം കിട്ടിയാൽ തന്നെ അത് വേണ്ടതുപോലെ കിട്ടാത്തവരുണ്ട്. മഹാനാവുന്ന KV മുസ്ലിയാർ ഒരു കഥ പറയലുണ്ട്. മൂപ്പര് ഇവിടെ ഈ ഭാഗത്ത് എവിടെയാ വന്ന് പ്രസംഗിച്ച് പോകുമ്പോൾ മൂപ്പര് ഒരു ഖണ്ഡന പ്രസംഗം നടത്തി പോവാണ്. മൂപ്പര് തിരിച്ചു പോകുമ്പോൾ ബസ്സിന് പോയി ചേളാരി എത്തിയപ്പോൾ ചായ കുടിക്കും വേണം. ഓഫീസിൽ കയറി അവിടെ എന്തോ ചില ഫയലുകളിലൊക്കെ ഒപ്പിടാറുണ്ട്. അപ്പൊ ചേളാരിയാണ്. അവിടുന്ന് ചായ കുടിച്ചു, ഫയലുകളിലൊക്കെ ഒപ്പിട്ടു. പിന്നെ മൂപ്പര് പോരാൻ നിൽക്കുമ്പോ നോക്കുമ്പോൾ പിന്നെ മൂപ്പര് കൊണ്ടുപോയ പൈസയൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ ഇവര് കൊടുത്തൊരു കവറുണ്ട് ഈ ഇവിടുന്ന്. അപ്പൊ ആ കവർ തുറന്നു നോക്കുമ്പോൾ